വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിരുന്നു അപ്പൂപ്പന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിരുന്നത്. ഓരോ മാസം കഴിയുംതോറും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ കുറഞ്ഞു വരികയായിരുന്നു. അങ്ങനൊരു സാഹചര്യത്തിലൂടെയായിരുന്നു അഹാനയും കുടുംബവും കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ആ കുടുംബത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം എങ്ങനെയായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് അഹാന. അമ്മ അരികിലില്ലായിരുന്നു, പക്ഷെ ഞങ്ങളെല്ലാവരും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. മരിക്കാൻ വളരെയധികം പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പൂപ്പനങ്ങനെ മരിക്കാൻ ആഗ്രഹമൊന്നുമില്ലായിരുന്നു. സാധാരണ എല്ലാവരും എനിക്ക് വയസ്സായി, എനിക്കിനി ജീവിക്കേണ്ട, ഇനി മരിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ തൻ്റെ അപ്പൂപ്പൻ അങ്ങനെയൊന്നുമല്ല. ആദ്യം ബുദ്ധിമുട്ട് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നമുക്ക് ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് ഞങ്ങൾ ആരും പക്ഷേ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം അത്രമേൽ ആക്റ്റീവായിട്ടൊരു മനുഷ്യൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യം പോലും നമുക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് കൂടിയാണ് സത്യം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും ഇത്തരത്തിൽ വാർത്തകൾ ഓരോന്നും കേൾക്കുമ്പോഴാണ് പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നത് എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ. ഞാൻ പോകുന്നതിന് 3 തവണ പറഞ്ഞു. ഞാൻ പോകാറായി എന്ന് എപ്പോഴും പറയുമായിരുന്നു എന്ന് പറയുന്നു. പിന്നെ ശ്വാസം മുട്ടൽ തുടങ്ങി, കുഴഞ്ഞു വീഴുകയായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു ആദ്യം അത് കണ്ടുകൊണ്ട് നിൽക്കാൻ. പിന്നീട് മനസ്സിലായി ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ മനുഷ്യരും എന്നുള്ളത്. ഇത് മനസ്സിലാക്കാൻ തുടങ്ങി. മരിക്കുന്ന ദിവസം പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അപ്പൂപ്പന് ഉണ്ടായിരുന്നില്ല എന്നാണ് അഹാന എടുത്തു പറയുന്നത്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനെക്കുറിച്ച് അഹാന സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ കൊണ്ട് ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു. ചെക്കപ്പൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയും ചെയ്തു. പതിവിലും ആരോഗ്യവാനായിട്ട് അദ്ദേഹത്തിനെ കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു. അദ്ദേഹം പഴയതുപോലെ തിരിച്ചു വരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞൊരു നിമിഷം കൂടിയായിരുന്നു അത്. അതിനിടയിൽ തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നുകൂടി പറഞ്ഞേ മതിയാകും. വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ തിരിഞ്ഞു നോക്കി. അമ്മുമ്മയെ നോക്കി ഞാൻ പോകുന്നു എന്ന് 3 തവണ പറഞ്ഞു. അത് പറഞ്ഞ് കഴിഞ്ഞതുമാണ് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നും ഹോം നേഴ്സിനോടും പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ അപ്പൂപ്പൻ വീണു. ഉടനെ അമ്മയെ വിളിച്ചു. ഡ്രൈവർ എത്തുമ്പോഴേക്കും പൾസ് ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് ഇല്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോഴും ഒന്നുമില്ല. അവർക്ക് തെറ്റ് പറ്റിയതാകും, പൾസ് നോർമൽ ആയിരിക്കും, എന്നത്തെയും പോലെ വീണതാകും എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷെ അച്ഛൻ വിളിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ ആകെ തകർന്നു പോയി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ എന്നത്തെക്കാളും സുന്ദരനായി കണ്ണടച്ച് കിടക്കുകയായിരുന്നു അപ്പൂപ്പൻ. അഹാന കണ്ണീരോടെയാണ് ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുന്നത്. ആ മനുഷ്യൻ്റെ അവസാന ദിവസം അന്നായിരിക്കുമെന്ന് നമ്മൾ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. അദ്ദേഹത്തിന് ഇതിനു മുൻപും ഇത്തരത്തിൽ തന്നെ പലതും സംഭവിച്ച ആശുപത്രിയിലാകുമ്പോഴും അദ്ദേഹം തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അത്തരമൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നമ്മൾ ജീവിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഭയമായിപ്പോയി. എല്ലാവരും ഒന്ന് നിശ്ചലമായിപ്പോയി. ഇനി അദ്ദേഹം ഇല്ല എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെയായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് തന്നെ കുറച്ച് ദിവസം ആലോചിച്ചുകൊണ്ടിരുന്നു എന്നാണ് അഹാന ആ ഒരു ദിവസത്തെ പറ്റിയും അവസാനത്തെ മണിക്കൂറുകളെ പറ്റിയുമൊക്കെ പറയുന്നത്. അമ്മുമ്മയോട് യാത്ര പറഞ്ഞിട്ടാണ് അപ്പൂപ്പൻ പോയതെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വിഷമം ഇരട്ടിയാകുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.